നമസ്കാരം. ഇനി എന്തായാലും മത്സ്യത്തൊഴിലാളികൾ സുരക്ഷിതരായി. അവരെ നോക്കാൻ ഒരാൾ ദൗത്യം ഏറ്റെടുത്തു കഴിഞ്ഞു. ട്രിവാൻഡ്രം സെയിലിംഗ് കമന്ററി ആരംഭിക്കുന്നു. വ്യക്തിപരമായ സ്കോറിംഗ് നടത്തുന്നതിനിടയിൽ കൂട്ടുപിടിച്ചത് ശ്രീ എൻ പ്രശാന്ത്. ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം കൂട്ടുപിടിച്ചത് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളെയാണ്. MSC കപ്പലിനെ ഉടനെ അറസ്റ്റ് ചെയ്തില്ല, തുറുങ്കിലടച്ചില്ല, എത്രയാണ് 10,000 കോടി രൂപ ഈടാക്കിയില്ല, ക്രിമിനൽ കേസ് എടുത്തില്ല തുടങ്ങിയ ആരോപണങ്ങൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ഇന്നത്തെ ചീഫ് സെക്രട്ടറിക്കെതിരെ സ്കോർ ചെയ്യാൻ വേണ്ടി കൂട്ടുപിടിക്കുന്നത് മത്സ്യത്തൊഴിലാളികളെയാണ്. അത് ഉപയോഗിച്ച 2-3 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ വിഷയത്തിലോട്ട് വരാം. കപ്പൽ മുതലാളിയുടെ നഷ്ടത്തിന് പകരം ഇൻഷുറൻസ് കിട്ടിയാൽ തീരുന്നതല്ല സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികളുടെ ജീവനോപാധി പ്രശ്നം. പ്രകൃതിക്കും മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനത്തിനും ആയിരക്കണക്കിന് കോടികളുടെ നഷ്ടമാണ് സത്യത്തിലുണ്ടായത്. പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട നഷ്ടപരിഹാരമായ കോടികൾ കിട്ടാതാക്കാൻ തെളിവെടുപ്പ് വൈകിപ്പിക്കാൻ ശ്രമം നടന്നിട്ടുണ്ട്. നിയമവശങ്ങളൊന്നും അറിയാത്ത പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെയും തീരദേശവാസികളെയും പ്രകൃതിയെയും കടലിനെയും ഒറ്റിക്കൊടുത്തു എന്നാൾ തുടരുകയാണ്. ഈ മത്സ്യത്തൊഴിലാളി പ്രേമം പറയുന്ന ശ്രീ എൻ പ്രശാന്ത് 2018 ഓഖി എവിടെയായിരുന്നു? തൻ്റെ സഹപ്രവർത്തകയാണ് 1-ാം പ്രതി. ഞാൻ കുത്തിയിരുന്ന് ഗവേഷണം നടത്തി ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ അയച്ചു തരാം. നിങ്ങളുടെ അന്നത്തെ ചീഫ് സെക്രട്ടറി, തൊട്ട് മുമ്പുള്ള ചീഫ് സെക്രട്ടറിയാണത് പുസ്തകം റിലീസ് ചെയ്തത്, ശ്രീ SM വിജയാനന്ദ്. കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല ചീഫ് സെക്രട്ടറിമാരിൽ ഒരാൾ. അദ്ദേഹമാണ് പുസ്തകം പ്രകാശനം ചെയ്തത്. പത്രത്തിൽ വാർത്തയും വന്നിട്ടുണ്ടല്ലോ. നിങ്ങൾ ഈ പുസ്തകം വായിച്ചോ? 153 മത്സ്യത്തൊഴിലാളികളെ കൊല്ലാക്കൊല ചെയ്ത് കുരുതി കൊടുത്ത ഒരു IAS ഉദ്യോഗസ്ഥ ഇവിടെയുണ്ട്. നിങ്ങൾ വാ തുറന്നു അത് അവർക്കെതിരെ. നിങ്ങളിപ്പോൾ മത്സ്യത്തൊഴിലാളി പ്രേമം പറയുന്നുണ്ടല്ലോ. നിങ്ങൾ അന്ന് എവിടെയായിരുന്നു? മത്സ്യത്തൊഴിലാളി പ്രേമം അന്ന് ഇന്നും ആര് പറഞ്ഞാലും അതിനെ അംഗീകരിക്കണം. പക്ഷേ അന്ന് നിങ്ങൾ നിശബ്ദത പാലിച്ചുകൊണ്ട് നിങ്ങളുടെ സഹപ്രവർത്തകയെ സംരക്ഷിക്കുവാൻ, എന്നിട്ട് ഇപ്പോൾ മത്സ്യത്തൊഴിലാളികളുടെ പ്രേമം പറഞ്ഞ് ചീഫ് സെക്രട്ടറി, നിങ്ങളുടെ ബദ്ധശത്രുവായ ചീഫ് സെക്രട്ടറിയെ ആക്രമിക്കുവാൻ മുന്നിട്ടിറങ്ങുമ്പോൾ നിങ്ങളുടെ ഇരട്ടത്താപ്പ് കൃത്യമായി ബോധ്യപ്പെടുകയാണ്. മറ്റൊരു ഓർമ്മയുടെ കഥകളിലോട്ട് കടന്നു വരാം. ഈ 30 വർഷക്കാലം എന്ന് പലപ്പോഴും ആവർത്തിച്ച് പറയുന്ന കാര്യം പ്രേക്ഷകർക്ക് ചിലപ്പോൾ അരോചകമായി തോന്നാം. പക്ഷെ സത്യമല്ലാതെ വരില്ലല്ലോ. ഈ 30 കൊല്ലം എങ്ങനെയാണ് ഒരു വിഷയം സജീവമായിട്ട് മുടങ്ങാതെ നിലനിർത്താൻ പറ്റുക, ജനങ്ങളിൽ താല്പര്യം കെടാതെ സൂക്ഷിക്കുക? അത് വലിയ പാടുപെട്ട പണിയാണ്. അവിടെയൊക്കെ ആ ഒരു താല്പര്യം കുറയാതെ സഹായിച്ചത് ചില ചരിത്ര വസ്തുതകളും രേഖകളുമാണ്. ഈ നമ്മുടെ തുറമുഖത്തെക്കുറിച്ച് പറയുന്നത് ആയി രാജാക്കന്മാരുടെ കാലത്താണ് അതിൻ്റെ ഏറ്റവും പ്രാഗൽഭ്യമുള്ള ഒരു പീരീഡ് എന്ന് പറയാവുന്ന ഒരു കാലമുണ്ട്. ഏകദേശം 9-ാം നൂറ്റാണ്ട് 10-ാം നൂറ്റാണ്ട് എന്നൊക്കെ പറയാവുന്ന കാലത്താണ്. അപ്പോൾ പ്രധാനപ്പെട്ട പല പേരുകളും ഇതിനുവേണ്ടി നമ്മൾ പഠിക്കും. ഈ പ്രസംഗമാണ് പ്രധാന തൊഴിൽ. എനിക്ക് തോന്നി 30 വർഷത്തിനകം 3000 വേദികളിലെങ്കിലും പ്രസംഗിച്ചിട്ടുണ്ടോ എന്ന്. അതിനേക്കാൾ കൂടുതലാണോ കുറവാണെന്ന് അറിയില്ല. എന്തായാലും നിരന്തരം തെരുവിലായിരുന്നു പ്രസംഗങ്ങൾ കൂടുതൽ. മൈക്ക് പോലും ഇല്ലാതെയുള്ള സംസാരങ്ങളായിരുന്നു. മൈക്ക് ഉണ്ടെങ്കിൽ തന്നെ എന്താണ് പറയുക, ഈ ബാറ്ററി വെച്ച് ഓപ്പറേറ്റ് ചെയ്യുന്ന ചില മൈക്കുകളുണ്ടല്ലോ, അങ്ങനെയൊക്കെയുള്ള കലാപരിപാടികളായിരുന്നു. അവിടെയൊക്കെ ആളുകളുടെ താല്പര്യം ജനിപ്പിക്കാൻ പറ്റുന്ന ചില ചരിത്ര വസ്തുതകൾ നിരന്തരം സംസാരിക്കുമായിരുന്നു. അതിലൊരെണ്ണമാണ് കാന്തള്ളൂർ ശാല. അപ്പോൾ കാന്തള്ളൂർ ശാലയെ കുറിച്ച് പഠിക്കാൻ ഇടവന്നതും ഈ വായനക്കിടയിലാണ്. ഇതിനെക്കുറിച്ചുള്ള അന്വേഷണത്തിന്റെ ഭാഗമായിട്ടൊക്കെ കാന്തള്ളൂർ ശാല എന്താണെന്ന് നോക്കുമ്പോൾ അത് വിഴിഞ്ഞത്താണ് അതിന്റെ ആസ്ഥാനം. ഇപ്പൊ കാന്തള്ളൂർ ശാല പറയുന്നത് നളന്ദ, സൗത്തിലെ നളന്ദ എന്നാണ് പറയുന്നത് കാന്തള്ളൂർ ശാല. ഇപ്പൊ ഞാൻ ഏതോ ചരിത്രകാരന്മാരോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇത്രയും പ്രശസ്തമായ ഒരു സർവകലാശാല? പ്രശസ്തം എന്ന് പറയുന്നത് എന്താണ്? അവിടെ പഠിപ്പിച്ചിരുന്നത് വേദാസ്, ഗ്രാമർ, ഫിലോസഫി, അസ്ട്രോളജി, കെമിസ്ട്രി, മ്യൂസിക്, എയ്ത്തിസം, പീഡിയാട്രിക്സ്, കുട്ടികളുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടെ ഏകദേശം 61 വിഷയങ്ങൾ പഠിപ്പിച്ചിരുന്ന ഒരു സർവകലാശാലയാണ് കാന്തള്ളൂർ ശാല.
ചെട്ടനാമഠം എന്നാണ് പറയുന്നത്. ഇവിടെ അഡ്മിഷൻ തന്നെയും ഈ അന്നത്തെ കാലത്ത് ഏകദേശം ഇന്തോനേഷ്യ ആ ഭാഗമൊക്കെ നമ്മുടെ ഭാരതത്തിന്റെ കൂടെ ചേർന്നാണ്, ബാലിയൊക്കെ. അപ്പൊ അവിടെ നിന്നൊക്കെയുള്ള കുട്ടികളുടെ അഡ്മിഷന് വേണ്ടി അവിടെയുള്ള രാജാക്കന്മാരാണ് റെക്കമെൻഡ് ചെയ്യുന്നത് ഇവിടെ പഠിപ്പിക്കാൻ വേണ്ടി. അങ്ങനെ വളരെ പ്രശസ്തമായ ഈ ഭാഗത്ത്. അപ്പൊ ഞാൻ ചോദിക്കാറുണ്ട് പലരോടും, എന്തുകൊണ്ടാണ് ഇത് നളന്ദ, തക്ഷശില പോലെ കാന്തളൂർ ശാല എന്തുകൊണ്ട് അറിയപ്പെടാതെ പോയെന്ന് ചോദിച്ചപ്പോ, അന്നത്തെ കാലത്ത് നമ്മുടെ ഈ സഹ്യപർവ്വതം ഒരു വലിയ തടസ്സമായിരുന്നു, കമ്മ്യൂണിക്കേഷന് വലിയ തടസ്സമായിരുന്നു. ഇവിടെ നിന്ന് ആളുകൾക്ക് അങ്ങോട്ട് പോകാനും അവിടെ നിന്ന് ആളുകൾക്ക് ഇങ്ങോട്ട് വരാനും ഒരു തടസ്സമായിരുന്നു. അല്ലാതെ നമുക്ക് ടെലിഫോണും മൊബൈലും വാട്സപ്പ് ഒന്നും ഇല്ലല്ലോ. അന്നത്തെ കാലത്ത് ഈ കഴുതപ്പുറത്തും കുതിരപ്പുറത്തും ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുകയും അല്ലെങ്കിൽ കൊടുത്തുവിടുന്ന മെസ്സേജുകൾ കൊടുത്തുവിടുന്ന, അപ്പൊ അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷന് തടസ്സമായിട്ട് നമ്മുടെ പൂനെ മുതൽ ഇങ്ങോട്ട് വരെ എത്തുന്ന നമ്മുടെ സഹ്യപർവ്വതം ഒരു തടസ്സമായിരുന്നതായിരിക്കാം കാന്തളൂർ ശാലയുടെ ഖ്യാതി വടക്കോട്ട് എത്താതിരുന്നതും നളന്ദയ്ക്കൊപ്പം തക്ഷശിലയ്ക്കൊപ്പം ലോകത്തിൽ അറിയപ്പെടാതെ പോയത്. പക്ഷേ ഈ ഭാഗത്ത് കടലുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളിൽ തായ്ലൻഡ്, ശ്രീലങ്ക, മലേഷ്യ, ഇന്തോനേഷ്യ തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ അഡ്മിഷന് വേണ്ടി അവിടുത്തെ രാജാക്കന്മാർ റെക്കമെൻഡേഷൻ നടത്തിയിട്ടുണ്ട് എന്നൊക്കെ ഉള്ള ചില രേഖകൾ ഇടയ്ക്കൊക്കെ വായിക്കാനുണ്ട്. അത് സംബന്ധിച്ചൊരു PhD തീസീസ് ഉണ്ട്. ആ PhD തീസീസിന്റെ ഡോക്യുമെന്റ് എനിക്ക് കൈകൊണ്ട് തൊടാൻ പറ്റിയിട്ടുണ്ട്. ഡോക്യുമെന്റിന്റെ കോപ്പി അത് കൈകൊണ്ട് തൊടാൻ, അത് തന്നെ പൊടിഞ്ഞ് ഇരിക്കുന്ന പരുവത്തിലായിരുന്നു ഞാൻ കാണുമ്പോൾ. അങ്ങനെയുള്ള ചില കഥകൾ കാന്തളൂർ ശാലയെ കുറിച്ച് പറയുമ്പോൾ അതോടൊപ്പം പ്രശസ്തമായിരുന്നു ആ സമയത്തെ പോർട്ട്, തുറമുഖം, വിഴിഞ്ഞം തുറമുഖം. അപ്പോ കേവലം 50, 100, 200 വർഷമല്ല, 10-ാം നൂറ്റാണ്ട്, 9-ാം നൂറ്റാണ്ട്, 10-ാം നൂറ്റാണ്ട്. അപ്പോൾ അന്നത്തത് ആയി വംശജർ, ആയി രാജാക്കന്മാരെ കീഴടക്കുവാനുള്ള കാരണം എന്താണ്? ഇവിടെ നിന്നുള്ള വരുമാനമാണ്. ഈ തുറമുഖത്തു നിന്നുള്ള വരുമാനം എടുത്തിട്ടാണ് ഈ സർവകലാശാല നടത്തുന്നത്. അപ്പൊ വിദ്യാഭ്യാസപരമായും ബൗദ്ധികപരമായും സാമ്പത്തികമായും വളരുന്ന ഒരു രാജവംശത്തെ കീഴടക്കുവാൻ തൊട്ടടുത്ത ചോള, പാണ്ഡ്യ വിഭാഗങ്ങൾ, ആ രാജാക്കന്മാർ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ചോള രാജാവ്, രാജേന്ദ്ര ചോളൻ എന്നാണ് തോന്നുന്നത്, അദ്ദേഹത്തിന് ഈ തുറമുഖ നഗരവും കത്തിച്ചു, സർവകലാശാലയും കത്തിച്ചു. അതിന്റെ പേരിൽ അദ്ദേഹത്തിന് ഒരു ഡിഗ്രി കിട്ടിയിട്ടുണ്ട്. ആ ഡിഗ്രിയുടെ പേര് കാന്തളൂർ ശാലൈ കലമറുത്ത രാജരാജ തേവൻ എന്നാണ് അദ്ദേഹത്തിന്റെ ഡിഗ്രി. എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് കീഴടക്കി കാന്തളൂർ ശാലയും കത്തിച്ചു, വിഴിഞ്ഞം തുറമുഖവും കത്തിച്ചു, എല്ലാം പിടിച്ചെടുത്ത അതിന്റെ ഒരു ഡിഗ്രി അനുഭവിക്കുന്ന ഒരു രാജാവുണ്ട്, കാന്തളൂർ ശാലൈ കലമറുത്ത രാജരാജ തേവൻ. അദ്ദേഹം രാജേന്ദ്ര ചോള എന്നാണ് അറിയപ്പെടുന്നത്, രാജേന്ദ്ര ചോള ഫെസ്റ്റ് എന്ന് തോന്നുന്നു. അപ്പൊ അന്നത്തെ ഇന്നത്തെ പോലെ തന്നെ, ഇന്നുണ്ടല്ലോ ഒരു പോർട്ടിന് എതിരെ മറ്റുള്ളവർ പരിശ്രമിക്കുന്നത് പോലെ, അന്ന് ഈ പ്രതാപവും വളർച്ചയും ഒക്കെ മറ്റുള്ളവരിൽ അസൂയ ഉളവാക്കുകയും അവർ കീഴടക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള കഥകൾ പറയുന്ന കൂട്ടത്തിൽ ഇൻ എ സീരീസ് ഓഫ് ബാറ്റിൽസ്, ആ യുദ്ധത്തെ കുറിച്ച് പറയുന്നത്, ഇൻ എ സീരീസ് ഓഫ് ബാറ്റിൽസ് ഇൻക്ലൂഡിംഗ് എ സിഗ്നിഫിക്കന്റ് വൺ അറൌണ്ട് 988 CE, കോമൺ എറ 988, the Cholas attacked Vizhinjam and captured or destroyed Kandalur Shalai. Inscription suggests the port was also captured during this time. പോർട്ടിനെയും അവർ കീഴടക്കി. എന്തുകൊണ്ടാണ്? അത്ര അധികം വരുമാനം ഉണ്ടാകുന്ന ഒരു സ്ഥലമായിരുന്നു, ആക്ടിവിറ്റി, ട്രേഡ്. അപ്പോൾ ഇങ്ങനെയുള്ള കഥകൾ കാന്തളൂർ ശാലയും ഈ തുറമുഖവും രാജരാജ ചോളനും ഈ കലമറുത്ത ഡിഗ്രിയും ഒക്കെ പലതവണ ഈ പ്രസംഗങ്ങളിലൂടെ പരാമർശിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അത് ആദ്യമായിട്ട് കേൾക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ പ്രേക്ഷകർ, കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് വലിയ താല്പര്യം ജനിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ 2-3 ചരിത്ര വസ്തുതകൾ നിരന്തരം ഈ പ്രസംഗങ്ങളിൽ ഉപയോഗിക്കാറുണ്ടായിരുന്നു. അത് ഇനിയുള്ള എപ്പിസോഡുകളിൽ